പ്രസ്ഥാനത്തോടും പിന്തുടരുന്ന മതവിശ്വാസത്തോടും ഒരുപോലെ വിശ്വസ്തനായിരുന്നു മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അൽ അമീൻ എന്ന പത്രം ആരംഭിച്ചത്. വിശ്വസ്തൻ എന്ന 1898 തൃശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിനടുത്തുള്ള അഴീക്കോടാണ് അദ്ദേഹം ജനിച്ചത്. കേരളത്തിലെ ശില്പികളിലൊരാളായ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് 1898 കൊടുങ്ങല്ലൂരിനടുത്തുള്ള അഴീക്കോട് ജനിച്ചു. ധീരതയുടെയും കർമ്മശേഷിയുടെയും ഭാവിമൂർത്തി എന്ന് കേരളം വിശേഷിപ്പിച്ച മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് 1945 കോഴിക്കോട് സമ്മേളനം കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴി പെട്ടെന്നുണ്ടായ അസുഖത്തെ തുടർന്ന് മരണപ്പെടുകയും ചെയ്തു. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിന്റെ വാക്കുകൾ. അദ്ദേഹം പറഞ്ഞു, നിങ്ങളോട് പലരും പലതും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കും. അതൊന്നും നിങ്ങൾ ചെവികൊള്ളരുത്. ഞാൻ പറയും. എട്ടിൽ ഞാൻ പഠിക്കുമ്പോൾ ദിനപത്രവുമായിട്ടെത്തുന്നു ക്ലാസ്സിൽ കുട്ടിരാമമേനോനൻ മാസ്റ്റർ. കവിളിൽ കടുക്കന്റെ തുടുപ്പും നെറ്റിക്കരക്കാൽ ഉറുപ്പിക പോലെ ചന്ദനപ്പൊട്ടും മിന്നി. ശബ്ദിക്കൊല്ലാരും വിരൽ മൂക്കുപാലത്തിൽ ചേർത്താൻ അബ്ദുറഹിമാൻ സാഹിബിൻ പ്രസംഗം ചെവിക്കൊള്ളുവിൻ. ലഭിച്ചിട്ട് കാര്യമില്ലെന്ന മുസ്ലിം ലീഗിന്റെയും മുഹമ്മദ് അലി ജിന്നയുടെയും വാദത്തിനെതിരെ ശക്തമായ നിലപാടെടുത്തു. അതിന് സ്വന്തം സമുദായത്തിൽ നിന്ന് കടുത്ത എതിർപ്പാണ് അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നത്. 1940 സുഭാഷ് ചന്ദ്രബോസ് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിന്റെ സ്മാരക സന്ദർശനത്തിന് വേണ്ടിയാണ് ഞങ്ങൾ പോകുന്നത്. അബ്ദുറഹിമാൻ സാഹിബിൻ പ്രസംഗം ചെവിക്കൊള്ളുവിൻ. പിന്നെ മോതിരക്കൈകൾ വിടർത്തിക്കാട്ടും പത്രത്തിനുമേൽ മിഴിയോന്നി വായിക്കാൻ തുടങ്ങുന്നു. അവസാനത്തെ പ്രഭാഷണത്തിൽ മുക്കത്തുവച്ച് അദ്ദേഹം ഉദ്ഘോഷിച്ച ദൈവിക വചനങ്ങൾ ആളുകളുടെ മൊഴിയപ്പടി അനുസരിക്കായ്വിൻ. ഏവരും മർത്യർ മരിക്കുന്നവർ മാത്രം. മരിക്കുന്നവനത്രേ ഞാനും എൻ വാക്കും തിരസ്കരിപ്പിൻ കേൾപ്പിൻ ദൈവത്തിൻ്റെ വാക്കുകൾ മാത്രം. ദൈവത്തിൻ വചനത്തിൽ ഖുർആനിൽ രമിക്കുവിൻ. ജൈവമീ പ്രപഞ്ചത്തെ മുഴുവൻ സ്നേഹിക്കുവിൻ. ദൈവത്തിൻ വചനത്തിൽ ഖുർആനിൽ രമിക്കുവിൻ. ജൈവമീ പ്രപഞ്ചത്തെ മുഴുവൻ സ്നേഹിക്കുവിൻ. അയലിൽ പാർക്കും ഹിന്ദുക്കളിലെ സുഹൃത്തിനെ അറിവിൻ. ശത്രുത്വം നിങ്ങൾക്കു ദോഷമേ ചെയ്യൂ. വായന നിലച്ചപ്പോൾ ഇടിവെട്ടേറ്റാൽ പോലെ വാപൊളിച്ചിരിപ്പത്രേ സഹപാഠികൾ ഞാനും. ഒടുവിൽ കസേരയിലിരുന്നു ഗുരു മന്ദസ്മിത ഗൗരവം കൊണ്ടു ഞങ്ങളെ പുതപ്പിച്ചു. മരിച്ചിട്ടില്ല മരിക്കയുമില്ലൊരിക്കലും മലയാളി തൻ ഹൃദയത്തിലാധീരപ്രജ്ഞൻ. മരിച്ചിട്ടില്ല മരിക്കയുമില്ലൊരിക്കലും മലയാളി തൻ ഹൃദയത്തിലാധീരപ്രജ്ഞൻ. ധീരനെന്നല്ലാതെ മറ്റെന്തൊരു വിശേഷണം ചേരും അദ്ദേഹത്തിന്? ചൊല്ലുവിനാരെങ്കിലും. നിർനിമേഷരായി ക്ലാസ്സിലിരുന്നു വിദ്യാർത്ഥികൾ. പിന്നിൽ നിന്നൊരു ശബ്ദമൊടുവിൽ കേട്ടു വീരൻ. നിർനിമേഷരായി ക്ലാസ്സിലിരുന്നു വിദ്യാർത്ഥികൾ. പിന്നിൽ നിന്നൊരു ശബ്ദമൊടുവിൽ കേട്ടു വീരൻ. ശരിയാണല്ലോ, വിദ്യാർത്ഥികളും കൊട്ടി കൈകൾ. മരിച്ചിട്ടില്ല മരിക്കയുമില്ലൊരിക്കലും മലയാളി തൻ ഹൃദയത്തിലാധീരപ്രജ്ഞൻ.